ലൈറ്റ് വന്നു. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ചെറിയൊരു സെലിബ്രേഷൻ പരിപാടിയാണ്. വേറൊന്നുമല്ല, 2001 മാർച്ച് 26-ന് ഞങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടൊരു അതിഥി വന്നിരിക്കുകയാണ്. വെറുതെ അല്ല, എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അതിൻ്റെ ചെറിയൊരു സെലിബ്രേഷൻ പരിപാടിയൊക്കെയാണ് നമ്മുടെ പിള്ളേരെല്ലാം ഇവിടെ വെച്ചിട്ടുള്ളത്. ആയിട്ട് പിന്നെ കുറച്ച് ഗിഫ്റ്റ് വാങ്ങിക്കണം, പിന്നെ കേക്ക് വാങ്ങിക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണിത്. അപ്പം നേരെ വീട്ടിലേക്ക് കിടക്കാം. ഓക്കെ, അത് ഹെൽമെറ്റ് എടുക്കാൻ പോകുന്ന വേറൊന്നുമല്ല, നമ്മുടെ ഹോൾസെയിൽ ഡീലേഴ്സ് ഉണ്ട് നമ്മുടെ കുളനട ആ ഭാഗത്തായിട്ട്. നമ്മുടെ റൈഡേഴ്സ് കഫേ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. നമ്മൾ അവിടെയാണ് പോയി ഹെൽമെറ്റ് എടുക്കുന്നത്. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു, കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോയി സാധനം എടുക്കുക, ഏതെങ്കിലും നല്ലൊരെണ്ണം സെലക്ട് ചെയ്തിട്ട് സാധനം എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നേരെ ഇനി ഹെൽമെറ്റ് എടുക്കാൻ പോകും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കുളനടയിലുള്ള റൈഡേഴ്സ് കഫേ എന്ന് പറഞ്ഞ ഹെൽമെറ്റിൻ്റെ ഷോപ്പ്. ഹോൾസെയിൽ കടയായതുകൊണ്ട് ഏകദേശം ഒരു 600 തൊട്ടാണ് ഇവിടെ നമ്മുടെ ഹെൽമെറ്റിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഇവിടെ ഹെൽമെറ്റ് മാത്രമല്ല, ബൈക്കിൻ്റെ എല്ലാ ആക്സസറീസും ഇവിടെ അത്യാവശ്യം ലഭിക്കുന്നുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ കടയിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ അബിയുടെ വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. അവനെ ഞാൻ വിളിച്ചായിരുന്നു, പക്ഷെ അവൻ എടുക്കുന്നില്ല. ഇനി ഉറക്കമാണെന്ന് അറിയത്തില്ല. അപ്പോൾ നേരെ ഇനി കാർബോർഡ് ഹെൽമെറ്റും ഇതെല്ലാം അവിടെ കൊണ്ട് അവനിവിടെ ഏൽപ്പിക്കണം. പിന്നെ ഒരു അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ. പിന്നെ അതിന് ഡ്രസ്സ് എടുക്കാൻ പോകണം, കേക്ക് ഒരെണ്ണം സെറ്റ് ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം ആദ്യം ഹെൽമെറ്റിൻ്റെ പരിപാടി നമ്മൾ തീർക്കാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ബോക്സ് എല്ലാം സെറ്റ് ചെയ്ത് ഇത് പാക്ക് ചെയ്യുന്ന പരിപാടിയാണ്. ഏറ്റവും വലിയ പാടെന്ന് പറഞ്ഞത് എൻ്റെ ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കലാണ്. 10-15 മിനിറ്റ് കൊണ്ട് വലിച്ച് ഒട്ടിക്കുന്ന സാധനമാണ്. ഒറ്റ മിനിറ്റ് കൊണ്ടാകും വലിച്ച് കീർക്കളെ. വീണ്ടും ഡ്രാഫ്റ്റ് തപ്പുക. A few moments later. ഗൈസ്, അങ്ങനെ നമ്മൾ നീണ്ട 25 മിനിറ്റിന് ശേഷം നമ്മൾ സെലോട്ടോപ്പിൻ്റെ അറ്റമൊക്കെ കണ്ടുപിടിച്ച് നമ്മളിത് ഗിഫ്റ്റ് പോഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കുന്നത്. ഇനി ഞാൻ പോകാൻ പോകുന്ന നേരെ ചെങ്ങന്നൂർ പോയി കേക്ക് ഒപ്പിക്കണം. കേക്ക് ഒപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു ഡ്രസ്സ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകത്തുള്ളൂ. അവൻ എപ്പോഴും ഉറക്കമാണെന്ന് പറഞ്ഞിരിക്കും, പക്ഷേ ഉറങ്ങിയിട്ടില്ല ഇതുവരെയായിട്ടും. അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അബിയുടെ വീട്ടിൽ വന്നിട്ട് ഈ സാധനം പോഞ്ഞേക്കുന്നത്. നേരെ ഇനി കേക്ക് വയ്ക്കാൻ പോവാം. ഗൈസ്, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് IT ജംഗ്ഷനിലുള്ള ജസ്റ്റ് ബേക്ക് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ്. ഇവിടെ ഒട്ടനവധി ഡിസൈനുണ്ട്, അതുപോലെ തന്നെ പലതരം ഫ്ലേവറായിട്ടുള്ള കേക്കുകളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ എടുത്തിരിക്കുന്നത് ചോക്ലേറ്റ് ട്രഫിൾ എന്നുള്ള ഒരു കേക്കാണ് എടുത്തിരിക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മുടെ 2 പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ്. 2 ടാസ്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യം നമ്മുടെ ഹെൽമെറ്റ് എടുക്കാൻ പോയി, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അത് 7 മണിയൊക്കെ ആകുമ്പോൾ പോയി ഒന്ന് കളക്ട് ചെയ്താൽ മതി. ഇനി അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകണം. ഡ്രസ്സ് എടുക്കുന്നത് അച്ഛൻ്റെ അമ്മയുടെയും ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതിന് ഞാനാണ് പർച്ചേസിങ് മാനേജർ, ഞാനാണ് പോയി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് കഴിഞ്ഞിട്ട് വേണം നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി. ഓക്കെ, അപ്പം ഡ്രസ്സ് എടുക്കാൻ പോകാം. അങ്ങനെ നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വന്നത് നമ്മുടെ ചെങ്ങന്നൂരിലുള്ള D ബ്ലാക്കിലാണ്. എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂ ബ്ലാക്കാണ് വരുന്നത്, അതുകൊണ്ട് അതിലെ ബ്ലൂ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഷർട്ടൊക്കെ എടുത്ത് നമ്മൾ നേരെ വീട്ടിലേ വന്നപ്പം വീട്ടിലെ അമ്മയുടെ സ്പെഷ്യൽ സേമിയ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. പുറത്ത് അത്യാവശ്യം മഴയുണ്ട്, എന്നാലും നമ്മൾ നമ്മുടെ പുതിയ വീട് പണി നടക്കുന്ന ഹാളിലാണ് നമ്മൾ കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മുടെ പിള്ളേർ സെറ്റ് എല്ലാം വന്നിട്ടുണ്ട്. ഇനി ബർത്ത്ഡേ ബോയും കൂടെ മാത്രം വന്നാൽ മതി. എന്നെ പഠിപ്പിച്ചു കടന്നു വരേണ്ടതാണ്. ഓരോരുത്തരായി കടന്നു വരേണ്ടതാണ്. ഏത് മാമന്റെ പേര് പറ? മാമന്റെ പേര് പറ. സുബിൻ മാമന്റെ ചേട്ടൻ. സുബിൻ മാമൻ അങ്കിളുടെ അല്ലേ? ചെറിയ പീസ് കൊടുക്കണേ, ആളുടെ എണ്ണം കൂടുതലാണ്. വെറൈറ്റി കളർ. ഒരു സെക്കൻഡ് എല്ലാവരും ക്യാമറ ഓഫ് ആക്കി റിക്വയർമെന്റ് കടന്നു വരുന്നതായിരിക്കും. ഇതെന്റെ വക.
അല്ല കവറല്ലടാ അത്ര ഉണ്ടാ. അൺബോക്സിംഗ്. ചെറുക്കോ ഇഷ്ടപ്പെട്ടോ? കേക്ക് ഇഷ്ടപ്പെട്ടോ? സൂപ്പറാന്ന് പറ. കൈ കാണിപ്പം എങ്ങനെയാണ്? കഴിച്ച് അങ്ങനെ നമ്മുടെ കേക്ക് മുറിയും പരിപാടികളെല്ലാം കഴിഞ്ഞ് അവസാനം നമ്മുടെ അമ്മ സേമിയ പായസം കൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും കൊടുക്കുകയാണ്. മകനെ വെച്ച് കുറെ നേടുന്നുണ്ടല്ലോ പായസം കുടിച്ചു. ഹേ ഗൈസ്, അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് പായസം എല്ലാവരും കുടിച്ചു. പായസമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പായസമായിരുന്നു. കേക്കിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയണമെന്ന് നമ്മുടെ അരുണിന്റെ വൈഫ് വന്നിട്ടുണ്ടായിരുന്നു. കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും ഒന്ന് പറഞ്ഞു നല്ല കേക്കായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞേക്കുന്നത്. അതിന് ടാഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ ഇത്രയും പേരുണ്ട്, പക്ഷെ ഒരാൾ മാറി നിൽപ്പുണ്ട്. നിങ്ങൾക്ക് അത് വെട്ടം ലൈറ്റ് വന്ന് അവൻ ഇരുട്ട് പേടിയാണ് കേട്ടോ. അല്ല, വെളിച്ചം പേടി അതുകൊണ്ടാണ്. അപ്പം നമ്മൾ രാവിലെ തൊട്ട് കേക്ക് ഓർഡർ ചെയ്യാനും മറ്റേ ഹെൽമെറ്റ് ഒക്കെ എടുക്കാനും പോയി. എനിക്ക് ബർത്ത്ഡേ പോയി. എങ്ങനെ ഉണ്ടായിരുന്നു? ഗിഫ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ട്? എല്ലാം എടുത്തു പറഞ്ഞു. സൂപ്പർ. ചെറുക്കോ എന്താ പറയാ, അവന് നാണോട്ടെ. അവൻ എന്നും ഇല്ലാത്തൊരു നാണോ ഇന്നും ഉണ്ട്. അപ്പം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ പകുതി എല്ലാക്കാരൊക്കെ എല്ലാം പോയി തന്നെ. അമ്മ ഉണ്ട് ഇപ്പോൾ അതൊക്കെ നിപ്പുണ്ട്. ഇത് കഴിഞ്ഞിട്ട് തൂത്ത് വരട്ട് പോകണം കേട്ടോ. അപ്പൊ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരും അടുത്ത മഴയ്ക്കുള്ളിൽ വീട്ടിൽ കയറേണ്ടതാണ്.